മംഗളാദേവി ക്ഷേത്രം കേരളത്തിലോ തമിഴ്നാട്ടിലോ? സുപ്രീം കോടതിയുടെ ചോദ്യത്തിൽ ഉത്തരം മുട്ടി അഭിഭാഷകർ. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും സർക്കാർ അഭിഭാഷകരാണ് മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറിയത്. മംഗളാദേവി ക്ഷേത്രം ഏറ്റെടുക്കാൻ പുരാവസ്തു വകുപ്പിനോട് നിർദ്ദേശിക്കണമെന്ന ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ചോദ്യം. ബി ബാലഗോപാൽ ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. ബാലു, പെരിയാർ കടുവ സങ്കേത സംരക്ഷണ കേന്ദ്രത്തിനുള്ളിലാണല്ലോ ഈ ക്ഷേത്രം. ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് ഈ ചോദ്യം സുപ്രീം കോടതി ഉയർത്താനുള്ള സാഹചര്യവും അതിൽ നിന്നും ഒഴിഞ്ഞു മാറിയത് എന്തുകൊണ്ടാണ്? അഭിഭാഷകർ പകരം എന്ത് മറുപടി നൽകി? പ്രതീക്ഷ, ഈ പെരിയാർ കടുവാ സങ്കേത കേന്ദ്രത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മംഗളാദേവി ക്ഷേത്രം ഈ പുരാവസ്തു വകുപ്പ്, അതായത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കൊണ്ട് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് ഇന്ന് കൗതുകകരമായി ഈ സംഭവം സുപ്രീം കോടതിയിൽ നടന്നത്. ഈ ബെഞ്ചിന് നേതൃത്വം നൽകിയ ജസ്റ്റിസുമാരായ ദിബാങ്കർ ദത്തയും അതുപോലെ തന്നെ PK മിശ്രയും സംസ്ഥാന സർക്കാരുകൾക്ക് വേണ്ടി ഹാജരായ രണ്ട് അഭിഭാഷകരോടും കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും അഭിഭാഷകരോട് ഈ മംഗളാദേവി ക്ഷേത്രം ഏത് സംസ്ഥാനത്തിന്റെ പരിധിക്കുള്ളിലാണ് വരുന്നതെന്നാണ് ചോദിച്ചത്. പക്ഷേ അതൊരു തർക്ക വിഷയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ രണ്ട് അഭിഭാഷകരും കേരളത്തിന് വേണ്ടി ഹാജരായ സ്റ്റാൻഡിംഗ് കൗൺസിൽ നിഷേരാജൻ ശങ്കറും അതുപോലെ തന്നെ തമിഴ്നാടിന് വേണ്ടി ഹാജരായ MF ഫിലിപ്പും ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. കോടതി പിന്നീട് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, കാരണം ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതിൻ്റെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ടായിരിക്കും ഈ ഭൂമി വരുന്നത്. അത് ഏത് ഭൂമിയാണെന്ന് ചോദിച്ചു. ഒരു ഘട്ടത്തിൽ ഈ ജഡ്ജി തന്നെ ചോദിച്ചത് ക്ഷേത്രത്തിന്റെ പകുതി ഈ സംസ്ഥാനത്തും പകുതി ആ സംസ്ഥാനത്തുമാണോ കിടക്കുന്നതെന്നും ആരായുകയൊക്കെ ഉണ്ടായി. പക്ഷേ ഈ അഭിഭാഷകർ ഇതിന് കൃത്യമായ ഒരു മറുപടി നൽകുവാൻ വേണ്ടി തയ്യാറായില്ല. കാരണം കേരളത്തിൻ്റെതെന്ന് കേരളത്തിൻ്റെ അഭിഭാഷകൻ പറഞ്ഞിരുന്നുവെങ്കിൽ സ്വാഭാവികമായും തമിഴ്നാട് അതിനെ എതിർത്തേന്. തമിഴ്നാടിൻ്റെതാണ് ഈ ക്ഷേത്രഭൂമി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കേരളം അതിനെ എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേനെ. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഒരുപക്ഷെ ഈ അഭിഭാഷകർ ഇതിനൊരു കൃത്യമായ ഉത്തരം നൽകാതെ ഇതിൽ നിന്ന് മാറിയത്. പക്ഷേ ഇതിൽ ഈ നിലവിൽ കേരളത്തിൻ്റെതെന്ന തരത്തിൽ ധ്വനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടലാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കാരണം ഇന്ന് സുപ്രീം കോടതിയിൽ നൽകിയിരുന്നത് ഒരു റിട്ട് ഹർജിയാണ്. ആ റിട്ട് ഹർജി നിലനിൽക്കില്ല എന്ന് വ്യക്തമാക്കിയ ഈ സുപ്രീം കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയെ സമീപിക്കുവാനാണ് നിലവിൽ ഈ ഹർജിക്കാരനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം 2014 മുതൽ കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. മംഗളാദേവി ക്ഷേത്രം കേരളത്തിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചിരുന്നു. പക്ഷേ ഉത്തരം മുട്ടി അഭിഭാഷകർ.